ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ക്രിസ്തുവർഷം 629 ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. അറബ് നാട്ടിൽ നിന്നും വന്ന മാലിക് ഇബ്നു ദിനാറാണ് പണി കഴിച്ചത്. അന്നത്തെ കേരളീയ വാസ്തുശില്പകലയുടെ മാതൃകയാണ് ഇത്. എന്നാൽ ഇപ്പോഴുള്ള പള്ളിയുടെ രൂപത്തിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂരാണ്. പള്ളിക്കകത്ത് അന്ന് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വിളക്ക് ഇന്നും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞങ്ങൾ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്തപ്പോൾ ശരിക്കും വി ഫെൽറ്റ് ലൈക്ക് എ ഡീപ് സെൻസ് ഓഫ് പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി വാഷ് ഓവർ us. ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം നമ്മൾ അതിലടുത്ത സ്ഥലമായ അഴീക്കോട് ബീച്ച് എത്തി. ഞങ്ങൾ എപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോഴും ഇച്ചുവിന് ബീച്ച് ക്രേസ് ആണ്. ബീച്ചിൽ പോയി കളിക്കാനും വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് ബീച്ചായാലും കുഴപ്പമില്ല, ബീച്ചിലേക്ക് പോകണം. അങ്ങനെ ശരിക്കും ഈ ബീച്ച് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ഇതുപോലെ ഒരുപാട് കളിക്കാനും കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ഉണ്ടായി. നല്ലോണം എൻജോയ് ചെയ്യാനും പറ്റി. ബാംഗ്ലൂരിലും ഇതേപോലെ ഓരോ പ്ലേസസിൽ എക്സിബിഷൻസ് ഇടാറുണ്ട് വെക്കേഷൻ ടൈമിൽ. ബട്ട് ഇങ്ങനെ ഇത്രയും സ്പേസ് പിന്നെ ഇങ്ങനത്തെ ബീച്ചൊന്നും അവിടെ ഇല്ല. ഇവിടുത്തെ അത്രയും ഇല്ല. പിന്നെ ബീച്ചും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഇച്ചു ഇതുപോലെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. ഡാഡൻ്റെ കൂടെ ഒരുപാട് വെള്ളത്തിൽ കളിച്ചു. പിന്നെ അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങളും കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നല്ലോണം എൻജോയ് ചെയ്ത്. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് നമ്മളെ പോലെ തന്നെ ഒരുപാട് ഫാമിലീസ് കുട്ടികളായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സൺസെറ്റ് കണ്ട് വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അങ്ങനെ രാത്രിയായപ്പോൾ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായി. ഒരു 7 o'clock ആയപ്പോഴേക്കും മരണക്കിണർ റൈഡ് സ്റ്റാർട്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ സംഭവം കാണുന്നത്. ഇത് ശരിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. പിന്നെ ഭയങ്കര പേടിയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര പേടിയാണ് ഈ സ്റ്റൺസ് ഒക്കെ കാണുമ്പോൾ. നല്ലോണം എൻജോയ് ചെയ്തത് കാണുമ്പോൾ. പിന്നെ അവിടെ തന്നെ സ്റ്റേജിൽ മുസാരിസ് ഫെസ്റ്റിൻ്റെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായി. ഓർക്കസ്ട്ര ടൈപ്പായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അടുത്ത് തന്നെയുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇച്ചുവിന് ചായയൊക്കെ കുടിച്ച് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് ഫ്ലവർ ഷോപ്പ് കണ്ടപ്പോൾ ഇച്ചുവിന് കുറച്ച് മുല്ലപ്പൂ വാങ്ങി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.